ഭാരതത്തിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡൽഹിയിൽ ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി. ഇരു സർക്കാരുകളും തമ്മിലുള്ള ധാരണകൾ തെറ്റിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. തമിഴ്നാട്ടിൽ കാരക്കുടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക് നേരെയാണ് ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തത്. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ജാഫ്ന ടീച്ചിംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളെ ആശുപത്രിയിൽ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 13 തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി കടന്ന് മത്സ്യബന്ധനം നടത്തിയെന്നാരോപിച്ചായിരുന്നു ഡെൽഫ് ദ്വീപിന് സമീപം തൊഴിലാളികളെ തടയുകയും വെടിയുതിർക്കുകയും ചെയ്തത്. സംഭവത്തിൽ ഡൽഹിയിലെ ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇക്കാര്യം ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ മുൻപിൽ ഉന്നയിച്ചിട്ടുണ്ട്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനുഷ്യത്വപരമായി പരിഗണിക്കണമെന്നും 2 സർക്കാരുകൾക്കുമിടയിൽ നിലവിലുള്ള ധാരണകൾ കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ മാസം 12-ന് 8 ഇന്ത്യൻ തൊഴിലാളികളെയും 25-ന് 34 തൊഴിലാളികളെയും അതിർത്തി ലംഘിച്ചുവെന്നാരോപിച്ച് ശ്രീലങ്ക അറസ്റ്റ് ചെയ്തിരുന്നു. ജനം, ഡൽഹി.